നമസ്കാരം. എക്സൈസ് മന്ത്രിമാരായ എം.വി. ഗോവിന്ദൻ, എം.പി. രാജേഷ് എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന വി.പി. മുസ്തഫയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പ് രംഗത്ത്. ഏതാനും മാസം മുൻപുള്ള മുസ്തഫയുടെ രാജിയുടെ കാരണം CPM നേതൃത്വം വ്യക്തമാക്കണമെന്നും അദ്ദേഹത്തിന്റെ രാജിയിൽ ദുരൂഹതയുണ്ട് എന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ചെറിയാൻ ഫിലിപ്പ് മുസ്തഫയ്ക്കും CPMനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. മലബാറിലെ ചില ബാർ ഉടമകളുമായുള്ള വഴിവിട്ട ബന്ധത്തെ തുടർന്ന് മുസ്തഫയെ പാർട്ടി പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയെന്ന് CPM വൃത്തങ്ങളിൽ കേട്ടിരുന്നു. എന്നാൽ മുസ്തഫയെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിപ്പിക്കാൻ രാജിവെപ്പിച്ചതാണെന്നായിരുന്നു മറുപ്രചരണം. തിരഞ്ഞെടുപ്പിൽ മുസ്തഫയെ സ്ഥാനാർത്ഥിയായി ഒരു ഘട്ടത്തിലും പരിഗണിച്ചില്ല എന്നതാണ് വാസ്തവം. ബാർ ഉടമ സംഘടനയുടെ വൈസ് പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം പുതിയ ബാർ കോഴയുടെ കറുത്ത കരങ്ങൾ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീളുകയാണ് എന്ന് വ്യക്തമാക്കുന്നു. മുസ്തഫയുടെ പുറത്താക്കൽ സംബന്ധിച്ച ദുരൂഹതകൾ ഇല്ലാതാകണം എങ്കിൽ പാർട്ടിയും മന്ത്രിയും നിലപാട് കൃത്യമായി തന്നെ വിശദീകരിക്കണമെന്നും ചെറിയാൻ ഫിലിപ്പ് ആവശ്യപ്പെട്ടു. അതേസമയം ചെറിയാൻ ഫിലിപ്പിന് മറുപടിയുമായി വി.പി. മുസ്തഫയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ചെറിയാൻ ഫിലിപ്പിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് വി.പി. മുസ്തഫ പറഞ്ഞു. അഴിമതി നടത്തുന്നവരെ പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കുന്ന ശീലം CPMനില്ല. ഇപ്പോഴും ഞാൻ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അംഗമാണ്. കാസർഗോഡ് ജില്ലയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റിയത്. കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ സുപ്രധാന ചുമതല തിരഞ്ഞെടുപ്പിൽ വഹിക്കുകയും ചെയ്തു. ബാർ വിവാദത്തിൽ എക്സൈസ് മന്ത്രിയുടെ ഓഫീസിനെ കരിനിഴലിൽ നിർത്താനുള്ള ആസൂത്രിതമായ പ്രചരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും വി.പി. മുസ്തഫ പറഞ്ഞു. ഇടതുപക്ഷത്ത് കുറച്ചുകാലം ഉണ്ടായിരുന്ന ചെറിയാൻ ഫിലിപ്പിന് പാർട്ടി അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന കാര്യം അറിയില്ലേ എന്നും വി.പി. മുസ്തഫ ചെറിയാൻ ഫിലിപ്പിനോട് ചോദിച്ചു. അഴിമതി നടത്തിയ ഒരാളാണ് എങ്കിൽ CPM എന്നെ ഇതുപോലെ പാർട്ടിക്കകത്ത് വെച്ച് പൊറുപ്പിക്കുമോ എന്നും താൻ ഇപ്പോഴും പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്നും മുസ്തഫ ചെറിയാൻ ഫിലിപ്പിന് മറുപടി നൽകി. ചാനൽ ചർച്ചകളിൽ പാർട്ടിയെ പ്രതിനിധീകരിക്കാൻ AKG സെന്ററിൽ നിന്ന് നിയോഗിക്കുന്ന ആളാണ് താൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിന്റെ ചുമതലയിലുണ്ടായിരുന്ന പ്രവർത്തകനാണ് എന്നും മുസ്തഫ പറയുന്നു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ നവമാധ്യമ പ്രവർത്തനങ്ങളുടെ ചുമതലയും ഉണ്ടായിരുന്നു. CATUവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റായും അതിലെ വിവിധ യൂണിയനുകളുടെ ഭാരവാഹിയായും പ്രവർത്തിക്കുന്നു. താങ്കൾ സൂചിപ്പിച്ചതുപോലെ മന്ത്രി ഓഫീസിൽ ഞാൻ തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നെ പാർട്ടിയിൽ നിന്നും പുറത്തേക്കാണല്ലോ പറഞ്ഞുവിടുക. മന്ത്രി ഓഫീസിലിരുന്ന് ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടത്തിയതായി വ്യക്തമായ തെളിവുകളോടെ താങ്കൾക്ക് പറയാൻ സാധിക്കുമോ എന്ന് വെല്ലുവിളിക്കുന്നുവെന്നും മുസ്തഫ പറഞ്ഞു. താങ്കൾ തന്നെ പോസ്റ്റിൽ പറയുന്നത് വഴിവിട്ട ബന്ധം എനിക്കുണ്ടായിരുന്നു എന്നാണ്. വെറും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ശരിയാണോ എന്നും ഇത്തരം കേട്ടുകേൾവികളോട് പാർട്ടി സെക്രട്ടറിയും മന്ത്രിയും പ്രതികരിക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നും മുസ്തഫ ചോദിച്ചു. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.